വർഷങ്ങളായിട്ടുള്ള രോഗപീഠയാണത്. ആരാധനയുടെ സമയത്ത് ഞാൻ എന്റെ ഭർത്താവിന്റെ രോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇന്ന് വരെ എന്റെ ഭർത്താവിന് തുമ്മൽ സംബന്ധമായ രോഗപീഠ ഉണ്ടായിട്ടില്ല. എന്റെ ഭർത്താവിന്റെ മൂക്കിലെ ദശ വിട്ടുമാറി എന്റെ ഭർത്താവ് സൗഖ്യം പ്രാപിച്ചു. എന്റെ ഈശോ ഭർത്താവിനെ സുഖപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ വേദന എന്താണോ അതിപ്പോൾ കർത്താവിലേക്ക് സമർപ്പിക്കുക. പൊട്ടിക്കരഞ്ഞ് യേശുവിനെ വിളിക്കുക. നാം ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നിഷ്കളങ്കമായി യേശുവിനെ വിളിക്കുമെങ്കിൽ ഇപ്പോൾ യേശുവിന്റെ ശരീരത്തിൽ നിന്നും ശക്തി പുറപ്പെട്ട് നിങ്ങൾ എവിടെയാണോ ആ മുറിയിൽ, ആ വീട്ടിൽ, ആ സ്ഥാപനത്തിൽ അവിടെ കർത്താവിന്റെ ശക്തി വ്യാപരിച്ച് അത്ഭുതങ്ങൾ സംഭവിക്കും. രണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനെ വിളിക്കുക. സഹിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, മക്കളെ ഓർത്ത് ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട്, ജീവിത പങ്കാളി ഓർത്ത് കണ്ണീരൊഴുക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ഓരോരുത്തരുടെ സഹനം നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി കൂടെ കർത്താവ് അനുവദിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഒരു ഇടവക വികാരിയച്ഛന്റെ സഹനം ഇടവകയിലെ മുഴുവൻ മക്കളുടെ വിശുദ്ധീകരണത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ദൈവ പദ്ധതിയാണ്. ഒരു മദറിന്റെ സഹനം ആ മദറിന്റെ കമ്മ്യൂണിറ്റിയുള്ള എല്ലാ സിസ്റ്റേഴ്സിന്റെയും വിശുദ്ധീകരണത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ദൈവിക പദ്ധതിയാണ്. ഓരോ കുടുംബാംഗങ്ങളുടെ സഹനം കുടുംബത്തിലെ മറ്റ് അംഗങ്ങളുടെ വിശുദ്ധീകരണത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ദൈവിക പദ്ധതിയാണ്. മക്കളുടെ സഹനം മാതാപിതാക്കന്മാരുടെ വിശുദ്ധിയോട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ജീവിത പങ്കാളിയുടെ സഹനം ജീവിത പങ്കാളിയുടെ വിശുദ്ധീകരണത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇപ്പോൾ നിങ്ങളുടെ എല്ലാ സഹനങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി കാഴ്ചവെച്ച് രണ്ട് കരങ്ങൾ ഉയർത്തി നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. വിശുദ്ധീകരണത്തിന് അത്ഭുത കൃപ ഒഴുകട്ടെ. കർത്താവെ, ഒരുപാട് വേദനകളും ഒരുപാട് ഭാരങ്ങളും ഒരുപാട് കണ്ണുനീര് സഹിച്ച് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പരിഹാരമായി കാഴ്ചവെക്കുന്ന ജീവിത രീതി കുടുംബങ്ങളിലും സമൂഹങ്ങളിലും സ്ഥാപനങ്ങളിലും രൂപപ്പെട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പരിഹാരം ചെയ്യുന്ന, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാശ്ചിത്ത ജീവിതം നയിക്കുന്ന, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സഹിച്ച് ജീവിക്കുന്ന നല്ല സ്നേഹത്തിന്റെ ജീവിത രീതി കുടുംബങ്ങളിൽ വീണ്ടും വീണ്ടും പുഷ്ടി പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപാവര ശക്തി എല്ലാ ദൈവമക്കളെയും വീണ്ടും ജീവിപ്പിക്കട്ടെ, വീണ്ടും ശക്തി നൽകട്ടെ, വീണ്ടും ഉണർവ് നൽകട്ടെ. മടുത്തിരിക്കുന്നവർ വീണ്ടും പുതുശക്തി പ്രാപിക്കട്ടെ. ആഗതനാകുന്നു നമ്മിൽ അനുതാപഹൃദയമുയർത്തി സ്വന്തമാക്കാമനുപമനേ ആഴങ്ങളറിയുന്ന യേശു. എൻ്റെ പേര് ജൂലി പാപ്പച്ചൻ. എൻ്റെ വീട് എറണാകുളത്ത്. എനിക്ക് 8 വർഷമായി ക്യാൻസർ രോഗം തുടങ്ങിയിട്ട്. എല്ലാ വർഷവും ഞാൻ ധ്യാനം കൂടുമായിരുന്നു. 2 വർഷം കൂടുമ്പോൾ ടെസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പോഴൊക്കെ നോർമൽ എന്ന് പറഞ്ഞു. 6 മാസത്തിന് മുമ്പ് ഒരു ടെസ്റ്റ് ചെയ്തു. അപ്പോൾ പറഞ്ഞു ഈ രോഗം തീർത്തും മാറിയിരിക്കുന്നു, ഒരു കുഴപ്പമില്ല. എന്നാലും എനിക്ക് വേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ ബ്ലഡൊക്കെ വരുമായിരുന്നു. അപ്പോൾ ഞാൻ അതിന് മെഡിക്കൽ ടെസ്റ്റിൽ ഒരു പ്രത്യേക ടെസ്റ്റ് ചെയ്തു. ആ ടെസ്റ്റ് കഴിഞ്ഞത് മുതൽ എനിക്ക് എപ്പോഴും ടോയ്ലറ്റിൽ പോകണം, അറിയാതെ പോകണം. അങ്ങനെ ഞാൻ ഒത്തിരി വിഷമിച്ചു. 6 മാസമായി ഇപ്പോൾ അത് തുടങ്ങിയിട്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഡോക്ടറെ അടുത്ത് പോയി ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു റേഡിയേഷൻ്റെ പ്രോബ്ലമാണ്, ഇത് തീർത്ത് മാറുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, അതുകൊണ്ടിട്ട് മരുന്ന് കഴിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ 4 ഫ്രണ്ട്സുമായിട്ടാണ് ഇവിടെ ധ്യാനത്തിന് വന്നത്. അപ്പോൾ ഞങ്ങൾ ഒത്തിരി വിഷമിച്ചാണ് വന്നത്. ഇവിടെ വന്നാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും, എൻ്റെ വീട്ടുകാരും ഒത്തിരി വിഷമിച്ചു, ഞാൻ എന്ത് ചെയ്യുന്നു. പക്ഷേ 2 ദിവസം വരെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ചൊവ്വാഴ്ച ഇന്നലെയും ഇന്നും എനിക്കൊരു പ്രോബ്ലമില്ല. എൻ്റെ ദൈവത്തിന് നന്ദി. അലീസ്, സ്ഥലം കൊട്ടേകാട്. എനിക്ക് 25 കൊല്ലമായി തണ്ടലുവേദന. ഡോക്ടറെ കാണിച്ചപ്പോൾ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്യാൻ യാതൊരു മാർഗമില്ലാത്തതുകൊണ്ട് വീട്ടിൽ വന്ന് കുറച്ച് നാള് പല ചികിത്സകളും ചെറിയത് ചെയ്തു കൊണ്ടുവന്നു. എന്നിട്ടും മാറുന്നില്ല. വെട്ടുകാട് ഒരു മലയാളം ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി ചവിട്ടി ഉഴിച്ചിൽ നടത്തി. ഓരോ പ്രാവശ്യം പോകുമ്പോൾ 500 രൂപ വേണം. അതിനും മാർഗമില്ലാണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഞാൻ പോണില്ല, വേദന സഹിക്കാനും വയ്യ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഒരു വചനം കേട്ടാൽ എന്തായിരിക്കും എന്ന് വിചാരിച്ചു.
അപ്പൊ ഞങ്ങളുടെ നാത്തുവിന്റെ ഒരു മകൻ ഇവിടെ വന്ന് വചനം കേൾക്കാൻ വന്നിരുന്നു. ആ മകൻ വന്നിട്ട് പറഞ്ഞു, അമ്മായി വിഷമിക്കണ്ട, ഞാൻ പോയി ബുക്ക് ചെയ്തിട്ടുണ്ട്, അമ്മായി വേഗം ധ്യാനത്തിലേക്ക് പോവുക. ഇവിടെ വന്നു ഇന്നലെ ആരാധനയുടെ സമയത്ത് എനിക്കത് സുഖപ്പെട്ടു. ഇന്നലെ 25 വർഷമായുള്ള നടുവേദന അച്ഛൻ ഈ പറഞ്ഞു സഹോദരിയുടെ ജീവിതത്തിൽ നിന്ന് ഈശോ അത്ഭുതകരമായി എടുത്തു മാറ്റി. അച്ഛൻ പറഞ്ഞു സാക്ഷ്യം പറയാൻ പറഞ്ഞു. ഞാൻ എന്നാലും ഒന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചു. ഇന്നലെ വൈകുന്നേരമായപ്പോ ബാത്റൂമിൽ പോയി ഞാൻ കുമ്പിട്ട് നിന്ന് നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞാൻ കുമ്പിട്ട് നീർന്നു നോക്കിയപ്പോ ഒരു വേദനയും ഇല്ല എനിക്ക്. ദൈവത്തിന് നന്ദി, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ.